നല്ല റാഹത്തുള്ള ലായിഖായ യോജിച്ച ഒരു ജോലി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? ജോലിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിനൊന്നും കാണുന്നില്ല. ഇൻ്റർവ്യൂസിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷെ അതൊന്നും സക്സസ് ആകുന്നില്ല. ഒരു ജോലി തേടി നടക്കുന്നവരാണെങ്കിൽ ഇൻഷാ അള്ളാ നിങ്ങൾക്ക് പരിഹാരമുണ്ട്. ജൽജലൂത്തിയയിൽ വളരെ പ്രധാനപ്പെട്ട ചില അമലുകളാണ് പറയുന്നത്. വിവാഹം ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ പല വിവാഹങ്ങളും നടന്നു കിട്ടാൻ കാരണമായ അമലാണ് ഇൻഷാ അള്ളാ. വൈവാഹിക ജീവിതമെന്ന സ്വപ്നം അത് കണ്ടു നടക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവരുടെ വിവാഹങ്ങൾ മുടങ്ങുന്നു. മാതാപിതാക്കളും രക്ഷിതാക്കളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തെത്തുമ്പോൾ മുടങ്ങിപ്പോകുന്ന തടസ്സങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ഇത്തരം ആളുകൾക്കൊക്കെ ജീവിതത്തിൽ ഉപയോഗിക്കപ്പെടാൻ പറ്റുന്ന, നമ്മുടെ ജീവിതത്തിലേക്ക് ഖൈറും സന്തോഷവും ഒക്കെ കടന്നു വരാൻ കാരണമാകുന്ന ജൽജലൂത്തിയ ബൈത്തിനെ കുറിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട്. അത്തരം ജൽജലൂത്തിയയിലെ വളരെ പ്രധാനപ്പെട്ട ചില അമലുകൾ മുമ്പ് നാം ആ ഒരു വീഡിയോ ഒരു ബെയ്ത്തിനെ കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചില ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അതിൽ തന്നെ അത്ഭുതങ്ങളുടെ കലവറയായ അമൂല്യമായ ഒരു വാക്യമുണ്ട്. ആ വാക്യം അത് കൃത്യമായി പ്രയോഗിക്കുന്നവർക്ക് അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. അത്തരം ഒരു അമലാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇൻഷാ അള്ളാ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് കാണാൻ വേണ്ടി വിളിച്ച് ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. സമയം പാലിച്ച് മാത്രം വിളിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ അപ്ഡേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷവും അറിയിക്കുകയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലെ ആനുവൽ എക്സാം കഴിഞ്ഞ് അവർ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആത്മീയാന്തരീക്ഷത്തിൽ ദീനീ ചിട്ടയിൽ നല്ല മക്കളെ വളർത്തണമെന്നാഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ദർസിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മൾ ഇവിടെ നിന്നവർക്ക് മതവും ഭൗതികവും അവർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ മാതാപിതാക്കൾ ആരാണ്, ഉമ്മയാരാണ്, ഉപ്പയാരാണെന്ന് മനസ്സിലാക്കി അറിഞ്ഞ് നല്ല രൂപത്തിൽ പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള മക്കളാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരാൻ സാധിക്കും. ഇതിനോടകം തന്നെ നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ വിവിധങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. വിവിധങ്ങളായ തലങ്ങളിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ നേടിയവരുണ്ട്. SSLC +2 തുടങ്ങിയ ക്ലാസ്സുകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വിശ്വാസത്തോടുകൂടെ ഏൽപ്പിച്ചു തരാവുന്നതാണ്. നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളുടെ വീഡിയോസും മറ്റുമൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. നല്ല മക്കളായി വളരാൻ നല്ല രൂപത്തിൽ തന്നെ അവരെ ചെറുപ്പത്തിലേ വളർത്തണം എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർക്കുക, അതൊക്കെ അല്ല അതിൻ്റെ ഒരു ടൈം എന്ന്. അല്ല, നമ്മുടെ കാലം അങ്ങനത്തെ ഒരു കാലമാണ്. മക്കളെ നേരത്തെ ചേർത്തുമ്പോഴാണ് അവർ ആ രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ. 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേക്ക് നാട്ടിലൊക്കെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കൂട്ടുകെട്ടൊക്കെ ആയാൽ പിന്നെ അവർ ദർസിലേക്ക് വരാൻ കൂട്ടാക്കൊന്നുമില്ല. നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ഇപ്പോഴത്തെ ഒരു കാലം അറിയാലോ, കള്ളിനും കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല രൂപത്തിൽ നല്ല ചിട്ടയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നാളെ നമ്മുടെ ഖബറും പുറത്ത് വന്നിട്ട് സലാം പറയുന്ന സ്വാലിഹീങ്ങളായ മക്കളാവണമെന്നല്ലേ. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ അതിൽ ചോദിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷന് പേര് തരണം. നമ്മൾ നിശ്ചിത ആളുകളെ മാത്രമേ അറിയിക്കണം. പഠിച്ചത് ഓർമ്മിക്കുന്നുണ്ടാവും നിങ്ങൾ. അലാവക്ക് ഫിനി യാദിൽ ജലാലി ബികാഫികുൻ ബിനസ്സി ഹകീമിൻ ഖാതിഇസ്സിരി അസ്ബലത്. ഈ ബൈത്ത് മുമ്പ് കേട്ടവരാണെങ്കിൽ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കി വെക്കുക. കേൾക്കാത്തവർ ഒന്നും കൂടെ കേൾക്കുന്നത് നല്ലതാണ്. കാരണം ഇത് ഈ ബൈത്തിൻ്റെ അവസാന ഭാഗത്തുള്ള നസ്സ് ഹക്കീം ഖാതിഇസ്സിർ എന്ന് പറയുന്ന ആ ഒരു വളരെ രഹസ്യങ്ങളുടെയും അത്ഭുതങ്ങളുടെയും കലവറയായ ഒരു പദമാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു പദവുമായി ചുറ്റിപ്പറ്റിയിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള വളരെ സവിശേഷമായ ഒരു അമലാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നസ്സ് ഹക്കീമിൻ ഖാതിഇസ്സിർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് അത്ഭുതങ്ങളുടെയും രഹസ്യങ്ങളുടെയും കലവറയാണ്. സൂറത്തുൽ ഫാത്തിഹയിലെ 14 അക്ഷരവും ഇതിലുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിലെ സൂറത്തുകളുടെ തുടക്കത്തിൽ വരുന്ന അലിഫ് ലാം മീം, അലിഫ് ലാം റ,
അലിഫ് ലാം മീം സ്വാദ്, കാഫ് ഹായ ഐൻ സ്വാദ്, തോഹ, യാസീൻ, നൂൻ, ഖാഫ്, ഇങ്ങനെ തുടങ്ങിയിട്ട് തുടക്കത്തിൽ വരുന്ന ഈ അക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്ന ആയത്തുകളുണ്ടല്ലോ, അത്തരം അക്ഷരങ്ങൾ ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുമാത്രമല്ല അള്ളാഹുവിൻ്റെ നൂറാനീയത്തിൻ്റെ ഇവകൾക്ക് നൂറാനീയത്തിൻ്റെ ഹർഫുകൾ എന്നാണ് ഇവകൾക്ക് പേരുള്ളത്. ഇതിൻ്റെ അതത് എന്ന് പറയുന്ന അക്ഷരസംഖ്യ എന്ന് പറയുന്നത് 693 എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനോട് തുല്യമായ ഒരു അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മ അൽ മുത്തക്കബ്ബിർ എന്ന് പറയുന്ന ഇസ്മാണെന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് അമലുകൾ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതാണ്. അസ്ബലത്ത് എന്ന് പറയുന്നത് മറ്റൊരു പദമാണ്, അത് സുരിയാനി പദമാണ്. സൂക്ഷ്മമായി ശ്രവിക്കുന്നവൻ, അസ്സമിഉ എന്നാണ് അതിൻ്റെ അർത്ഥം എന്നൊക്കെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില അമലുകൾ നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രത്യേകമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഒരിക്കലും പണം നിൽക്കുന്നില്ല, അതിങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സമ്പത്ത് ലഭിക്കുന്നുണ്ട്, ആ സമ്പത്ത് സ്ഥിരമായി കയ്യിൽ നിൽക്കുന്നില്ല, അതിങ്ങനെ ഒരു ബറക്കത്തില്ലാത്ത ഒരു ഇത് തോന്നുകയാണ്. അത്യാവശ്യം നമ്മുടെ ജീവിതത്തിന് പറ്റുന്ന രൂപത്തിലുള്ള വരുമാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് കയ്യിൽ നിൽക്കുന്നില്ല, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ 14 അക്ഷരങ്ങൾ എന്ന് പറയുമ്പോൾ കൃത്യമായി ശ്രദ്ധിക്കുക. നൂന്, സ്വാദ്, ഹ, കാഫ്, യാ, മീമ്, ഖാഫ്, ത്വാ, ഐന്, അലിഫ്, ലാമ്, സീന്, റാ, ഹ, ഈ 14 അക്ഷരങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ഒരു വെള്ളിത്തകിടിൽ റൗണ്ടിൽ എഴുതണം, വട്ടത്തിൽ എഴുതണം. എന്നിട്ട് അത് കൈവശം വെച്ചാൽ കയ്യിൽ നിന്നും പണം ഒഴിവാകാതെ അത് ബറക്കത്തോടുകൂടെ നിലനിൽക്കാൻ കാരണമാകും. ഈ ഒരു വാക്യത്തിൻ്റെ ഇതൊരു അത്ഭുതങ്ങളുടെയും രഹസ്യങ്ങളുടെയും കലവറയായ ഒരു ഇസ്മാണെന്ന്, ഒരു വാക്യമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമ്പത്ത് വലിയ ബറക്കത്തോടു കൂടെ കയ്യിൽ നിൽക്കാൻ കാരണമാകും. അപ്പോൾ ഇത് എഴുതാനൊരു പണിയില്ലല്ലോ. ഒരു വെള്ളിത്തകിട് എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. അതെടുക്കുക, അത് കൃത്യമായിട്ട് ഇങ്ങനെ എഴുതിയിട്ട് അത് കയ്യിൽ സൂക്ഷിച്ച് വെക്കുക. നമ്മുടെ സാമ്പത്തിക പുരോഗതി ഉണ്ടാകാനും സമ്പത്ത് നിലനിൽക്കാനൊക്കെ കാരണമാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമ്പത്തിൽ, നാം ചെയ്യുന്ന ജോലിയിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്തും ഖൈറും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു വാക്യം നസ്സിയ ഹക്കീമിൻ ഖാത്തിഇസ്സിർ എന്ന് പറയുന്നത് വളരെ ഫലം ചെയ്യുന്ന, അത്ഭുതങ്ങളുടെ ഓരോ അക്ഷരങ്ങൾക്കും, ഈ 14 അക്ഷരങ്ങളിൽ ഓരോന്നിനും പ്രത്യേകം ഫലമുണ്ട്. പ്രത്യേകം ഫലമുണ്ടെന്ന് പറഞ്ഞാൽ ഓരോ അക്ഷരത്തിനും വലിയ ശ്രേഷ്ഠതയുണ്ടെന്നാണ്. ഇപ്പോൾ ഇതിൽ ഈ അലിഫ് എന്ന് പറയുന്നതുണ്ട്. നസ്സിയ ഹക്കീമിൻ ഖാത്തിഇസ്സിർ എന്ന് പറഞ്ഞിടത്ത് അലിഫ് എന്ന് പറയുന്ന അക്ഷരം വരുന്നുണ്ട്. ഈ അലിഫ് എന്ന് പറയുന്ന അക്ഷരം 111 തവണ എഴുതിയിട്ട് അത് ഉദ്ദേശിക്കപ്പെട്ട വ്യക്തിയുടെ പേരും കൂടി അതിലെഴുതി അത് ദേഹത്ത് ധരിച്ച് നടക്കുകയാണെങ്കിൽ ഉദ്ദേശിക്കപ്പെട്ട വ്യക്തി ആരാണോ അയാളെ അങ്ങേയറ്റം സ്നേഹിക്കുമെന്നുള്ളതാണ്. ആ വ്യക്തിയുടെ ഹൃദയം ഇവരിലേക്ക് ആകൃഷ്ടനാകുന്നുള്ളതാണ്. ഈ സ്നേഹം നഷ്ടപ്പെട്ട ലോകത്താണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. സ്നേഹിക്കപ്പെടേണ്ടവരിൽ നിന്ന് സ്നേഹം ലഭിക്കാതിരിക്കുമ്പോഴാണ് സ്നേഹം തേടി പലപ്പോഴും പല യാത്രകളും പലരും പോകുന്നതല്ലേ, പലരും വഴിവഴക്കുന്നതൊക്കെ കാരണമായിട്ടാണ്. അപ്പോൾ ഈ സ്നേഹിക്കപ്പെടുന്ന ആളുകളിൽ നിന്ന് സ്നേഹം ലഭിക്കുക എന്നുള്ളത് അത് ജീവിതത്തിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ആകെ ഫ്ലോപ്പായി പോകും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു അമൽ കൂടെയാണ്. ഇപ്പോൾ സ്നേഹിക്കപ്പെടേണ്ടവരെന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളിൽ നിന്ന് നമുക്ക് തിരിച്ച് സ്നേഹം ലഭിക്കണം. മാതാപിതാക്കൾക്ക് മക്കളോട് സ്നേഹം ഉണ്ടാകുക എന്നുള്ളത് അതൊരു സ്വാഭാവിക കാര്യമാണ്, അതുണ്ടാകും. പക്ഷേ പുതിയ കാലത്തെ മക്കളിൽ നിന്നും തിരിച്ച് ആ സ്നേഹം ലഭിക്കുന്നില്ല, അവർ വഴിപിഴച്ചു പോകുന്നു എന്നുള്ളതാണ് അവിടെ സംഭവിക്കുന്നൊരു വിഷയം. അപ്പോൾ ആ മക്കളിൽ നിന്ന് മാതാപിതാക്കൾക്ക് തിരിച്ച് സ്നേഹം ലഭിക്കാൻ ഇതേപോലെ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. എന്താണ് പറഞ്ഞത്? 111 തവണ അലിഫ് എന്ന അക്ഷരം എഴുതുക, ഉദ്ദേശിക്കപ്പെട്ട വ്യക്തിയുടെ പേരും കൂടി അതിൽ ചേർത്ത് എഴുതുക. എന്നിട്ട് ദേഹത്ത് ധരിച്ച് നടക്കുകയാണെങ്കിൽ ഉദ്ദേശിക്കപ്പെട്ട വ്യക്തി ആരിൽ നിന്നാണോ സ്നേഹം ലഭിക്കുന്നത് അവരിൽ നിന്ന് സ്നേഹം ലഭിക്കുന്നുള്ളതാണ്. നിങ്ങൾ ചെയ്തു നോക്കൂ, വളരെ എളുപ്പം ചെയ്യാവുന്നതല്ലേ. നമ്മൾ പല അമലുകളും പറയുമ്പോൾ അതൊക്കെ ഒരുപാട് ആളുകൾ ചെയ്തു നോക്കുന്നുണ്ട്.
അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് റിസൾട്ട് ലഭിക്കുന്നുണ്ടല്ലോ. ആത്മാർത്ഥമായിട്ട് ഇത്തരം അമലുകളിലേക്ക് പ്രവേശിച്ച് നോക്കൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്നേഹം ലഭിക്കേണ്ടവരിൽ നിന്നൊക്കെ കൃത്യമായിട്ട് സ്നേഹം ലഭിക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെ ജീവിതത്തിന് അള്ളാഹു ക്രമീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു നസ്സി ഹക്കീമിൻ ഖാത്തിഉ സിർ എന്ന് പറയുന്ന ഈയൊരു വാക്യം അത് അത്ഭുതങ്ങളുടെ കലവറയാണ്. അതിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചാണ് ഫാത്തിഹയിലെ 14 അക്ഷരങ്ങൾ അതിലുണ്ട്. എല്ലാ സൂറത്തുകളിലും ചില സൂറത്തുകളുടെയൊക്കെ തുടക്കത്തിൽ അക്ഷരങ്ങളെ കൊണ്ടാണ് ആയത്തുകൾ തുടങ്ങുന്നത്. അങ്ങനെയുള്ള അക്ഷരങ്ങൾ അതിലുണ്ട്. അസ്മാഉൽ ഹുസ്നയിൽ ഒരു ഇസ്മിനോട് തുല്യമായ അദദാണ് ഇതിൻ്റെ അദദ് വരുന്നത് എന്നൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ഈ ഒരു വാചകത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ നല്ല ഫലം ലഭിക്കുമെന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന എല്ലാ അമലുകളിലും അള്ളാഹു നമുക്ക് നല്ല റിസൾട്ട്, നല്ല ഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ജൽജലൂത്തിയ ബെയ്ത്ത് എന്നൊക്കെ പറയുമ്പോൾ അത് വളരെയധികം ഫലം ചെയ്യുന്ന ഈ ആത്മീയ ലോകത്തുള്ള സൂഫി വര്യന്മാരൊക്കെ അവരുപയോഗിക്കുന്ന ചില ഇസ്മുകളും ചില ബെയ്ത്തുകളൊക്കെ അതിലുണ്ട്. ഓരോ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ റാഹത്തും സന്തോഷവും അഭിവൃദ്ധിയൊക്കെ ലഭിക്കാൻ ഒരു കടലാസിൽ റാ എന്ന് പറയുന്ന അക്ഷരം 200 തവണ എഴുതുക. ഓരോ 7 തവണകളിലും റബ്ബ്, റഹ്മാന്, റഹീം, റഊഫ്, റസാഖ്, റാഫി, റഖീബ്, ഇത് റാ കൊണ്ട് തുടങ്ങുന്ന നാമങ്ങളാണ്. എത്ര ഉണ്ട്? 1 2 3 4 5 6 7 നാമങ്ങൾ. അപ്പോൾ ഏതൊക്കെയാണ്? റബ്ബ് ഓർമ്മിച്ച് വെച്ചാൽ മതി, എഴുതിയിട്ടില്ല. റഹ്മാൻ, റഹീം, റഊഫ്, റസാഖ്, റാഫി, റഖീബ്. അപ്പോൾ ഒരു കടലാസിൽ റാ എന്നുള്ള അക്ഷരം 200 തവണ എഴുതുക. ഓരോ 7 തവണ എത്തുമ്പോഴും ഈ ഇസ്മുകളിൽ ഓരോ ഇസ്മും അതിന് താഴെ എഴുതുക. അപ്പോൾ 200 തവണ എഴുതണം. ഓരോ 7 തവണകളിലും നമ്മൾ പറഞ്ഞ റബ്ബ്, റഹ്മാൻ എന്നുള്ള ഓരോ ഇസ്മുകളും അതിന് താഴെ എഴുതണം. അങ്ങനെ അത് ശരീരത്തിൽ ചുമന്ന് നടന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഖൈറിൻ്റെയും ബറക്കത്തിൻ്റെയും വാതായനങ്ങൾ അവരുടെ മുമ്പിൽ തുറക്കപ്പെടുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ അവരുടെ ജീവിതത്തിന് ആവശ്യമായ ഭക്ഷണത്തിന് വേണ്ടി ഒരാളെ മുമ്പിലും കൈ നീട്ടേണ്ടി വരില്ല. അത് അവരുടെയും അവരുടെ കുടുംബത്തിൻ്റെയും അവരുടെ ചിലവിൽ കഴിയുന്നവരുടെയൊക്കെ കുടുംബത്തിലൊക്കെ അതിൻ്റെ ഫലം ഉണ്ടാകും. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഒരു കടലാസിൽ റാ എന്ന് പറയുന്ന അക്ഷരം 200 തവണ എഴുതണം. ആ 200 തവണ എഴുതുമ്പോൾ ഓരോ 7 തവണകളിലും എന്തു ചെയ്യണം? റബ്ബ്, റഹ്മാൻ, റഹീം, റഊഫ്, റസാഖ്, റാഫി, റഖീബ്, ഈ ഇസ്മുകൾ അതിന് തൊട്ട് താഴെ എഴുതണം. അപ്പോൾ എഴുതാൻ എളുപ്പമാണ്. റാ എഴുതാൻ എല്ലാവർക്കും എളുപ്പമല്ലേ? എന്നിട്ട് റബ്ബ്, റഹ്മാൻ, റഹീം, റഊഫ് എന്നുള്ളത് അതിൻ്റെ താഴെ എഴുതുക. അങ്ങനെ അവസാനം വരെ എഴുതിയിട്ട് അത് കയ്യിൽ വെച്ച് നടന്നാൽ അവരുടെ കുടുംബത്തിൽ പിന്നെ മറ്റൊരാളെ മുമ്പിൽ കൈ നീട്ടേണ്ട അവസ്ഥ വരില്ല. ഒരാളെ മുമ്പിലും വഷളാകേണ്ട അവസ്ഥയുണ്ടാകില്ല. അവരും കുടുംബവും വീടും ധനവും സമ്പത്തും എല്ലാം എല്ലാ ആഫത്തും മുസീബത്തുകളെ തൊട്ടും കാവൽ നൽകപ്പെടുന്നതും സുരക്ഷിതത്വവുമായിരിക്കും എന്നുള്ളതാണ്. അതൊന്നും ആരും മോഷ്ടിക്കാൻ നിൽക്കില്ല. അതൊന്നും ആരും അക്രമാസക്തമായി എടുക്കാൻ കഴിയൂല. അങ്ങനെയൊക്കെയുള്ള രൂപത്തിലായിരിക്കും അവരുടെ ജീവിതം ഉണ്ടാകുക. അപ്പോൾ ഏതൊക്കെയാണ് ആ ഇസ്മ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? റബ്ബ്, റഹ്മാൻ, റഹീം, റഊഫ്, റസാഖ്, റാഫി, റഖീബ് എന്നുള്ളതാണ്. ഇനി അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ നസ്സി ഹക്കീമിൻ, ഈ അലാ വഖിഫിനി യാദൽ ജലാലി ബി കാഫിക്കുൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ ഭാഗത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. ഇവിടെ അലാ വഖിഫിനി യാദൽ ജലാലി ബി കാഫിക്കുൻ ബിനസ്സി ഹക്കീമിൻ ഖാത്തിഇ സിരി അസ്ബലത്ത് എന്ന് പറയുന്ന ഈ ഒരു ബെയ്ത്ത്, ഈ ബെയ്ത്തിലെ നസ്സി ഹക്കീമിൻ ഖാത്തിഇ സിരി അസ്ബലത്ത് എന്നുള്ള ആ ഖാത്തിഇ സിർ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഈ സിർ എന്ന് പറഞ്ഞിടത്ത് ഇവിടെ ഇപ്പോൾ ഒരു റാ കാണുന്നുണ്ടല്ലോ. സിർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ റാ, ആ റായിലെ റഊഫ്, ആ റായിലെ ചില ഇസ്മുകളാണ്, 7 ഇസ്മുകളാണ് നമ്മൾ പറഞ്ഞത്. റബ്ബ്, റഹ്മാൻ, റഹീം, റഊഫ്, റസാഖ്, റാഫി, റഖീബ്. ഇതൊക്കെ അത്ഭുതങ്ങളുടെയും രഹസ്യങ്ങളുടെയും കലവറയാകുന്നത് ഇങ്ങനെയാണ്. ഓരോ ഇസ്മിലെയും ഈ വാക്യത്തിലെ ഓരോ ഹർഫുകളുടെയും ആഴങ്ങളെ കൊണ്ടുള്ള അമലാണിത്. ഒരു അക്ഷരത്തിൽ കൊണ്ട് മാത്രമുള്ള അമലല്ലേ.
ഇനിയിപ്പോൾ ഇതിൽ സീനുണ്ട്, ഖാത്തിയസ്ർ എന്നുള്ളിടത്ത് സീനുണ്ട്. സീന് ഇത് അപകടങ്ങളിൽ നിന്നും ദ്രോഹങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ കാരണമാകുന്ന ഒരക്ഷരമാണ്. സീൻ എന്ന അക്ഷരം 16 തവണ എഴുതണം. ഓരോ തവണ എഴുതുമ്പോഴും സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന ആയത്ത് ഓതിയിട്ട് ഓരോ അക്ഷരവും എഴുതണം. അപ്പോൾ 16 തവണയാണ് എന്തെഴുതേണ്ടത്? സലാമും സീൻ എന്നുള്ളത് എഴുതേണ്ടത്. അപ്പോൾ ഓരോ തവണ എഴുതുമ്പോഴും സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന ആയത്തിൽ നിന്ന് ഓരോ അക്ഷരവും എഴുതണം. അപ്പോൾ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന് പറയുന്ന ആയത്തുണ്ടല്ലോ, ആ ആയത്ത് ഓതുക. ഓതിയിട്ട് അതിൽ നിന്ന് ഓരോ അക്ഷരം അതിനോട് കൂടെ എഴുതുകയും ചെയ്യുക. അങ്ങനെ എല്ലാം കൂടെ കൂട്ടിയിട്ട്, രണ്ടും കൂടെ കൂട്ടിയിട്ട് സലാമു എന്ന് പറയുമ്പോൾ സലാമുൻ, ഓരോ അക്ഷരം വേഗം പ്രത്യേകം എടുത്തിട്ട് അതിനോട് കൂടെ ചേർത്തിട്ട് എഴുതുക. അപ്പോൾ രണ്ടും കൂടി കൂട്ടിയിട്ട് ഏകദേശം ഒരു 32 അക്ഷരങ്ങളുണ്ടാകും. അങ്ങനെ അത് ദേഹത്ത് ധരിച്ച് നടക്കുകയാണെങ്കിൽ എല്ലാതരം ആഫത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദ്രോഹങ്ങളിൽ നിന്നും ശത്രുക്കളുടെ ഷറുകളിൽ നിന്നും അഅദാഇങ്ങളുടെ അസൂയാലുക്കളുടെയൊക്കെ ഷറുകളിൽ നിന്ന് നമുക്ക് വലിയ രക്ഷ ലഭിക്കാൻ കാരണമാകുന്നതാണ്. അപ്പോൾ എളുപ്പമാണ്. 16 തവണയാണ് സീൻ എഴുതേണ്ടത്. അപ്പോൾ 16 തവണ സീൻ എഴുതുമ്പോൾ ഓരോ തവണ എഴുതുമ്പോഴും സലാമു ഖൗലൻ മിർ റബ്ബിർ റഹീം എന്നുള്ളത് ഉച്ചരിച്ചിട്ട് അതിൽ നിന്ന് ഒരക്ഷരം. അപ്പോൾ ആദ്യത്തെ സീൻ എഴുതുമ്പോൾ അതിനോട് കൂടെ തന്നെ ഒരു സീനും കൂടി എഴുതുക, സലാമു ഖൗലൻ മിർ റബ്ബിർ റഹീം സീന്. പിന്നെ രണ്ടാമത്തെ സീൻ എഴുതുമ്പോൾ 16 തവണയാണല്ലോ എഴുതേണ്ടത്, അതിൻ്റെ ഉടനെ തന്നെ ലാ എന്നുള്ളത് എഴുതുക. അങ്ങനെ ഓരോ അക്ഷരങ്ങളും അതിനോട് ചേർത്തിയിട്ട് എഴുതി കഴിഞ്ഞാൽ അവനക്ക് വലിയ ഹിഫ്ള് ലഭിക്കുകയും അപകടങ്ങളെ തൊട്ടും ബുദ്ധിമുട്ടുകളെ തൊട്ടൊക്കെ വലിയ രക്ഷ ലഭിക്കാൻ അത് കാരണമാകുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. ശക്തമായ തലവേദന, മൈഗ്രെയിൻ പോലെയുള്ള തലവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, തലവേദന കൊണ്ട് അങ്ങേയറ്റം ബുദ്ധിമുട്ടി പ്രയാസത്തിലായവർ, ഡോക്ടറെ കാണിച്ചിട്ടൊന്നും ശിഫ ലഭിക്കാത്ത എത്രയോ ആളുകളുണ്ട്. അത്തരം ആളുകൾക്ക് നമ്മളെ ഈ ഒരു നസ്യ ഹക്കീമിൻ ഖാത്തിഇസ്ർ എന്ന് പറയുന്ന ഇതിലെ സ്വാദ് കൊണ്ടൊരു അമലുണ്ട്. ഒരു കടലാസിലെ സ്വാദ് എന്നുള്ളത് ഒരു 90 തവണ എഴുതുക. അങ്ങനെ 90 തവണ എഴുതിയിട്ട് സ്വാദ് എന്ന അക്ഷരം 90 തവണ എഴുതുമ്പോൾ അതിനുശേഷം അലം തറ ഇലാ റബ്ബിക കൈഫ മദ്ദൽ വലൗ ശാഅ ലജഅലഹു സാകിന എന്ന് പറയുന്ന ആയത്ത് അതിനോട് കൂടെ ചേർത്ത് എഴുതുക, അതിനെ താഴെ എഴുതുക. എന്നിട്ട് അത് നമ്മൾ ചുമന്ന് നടക്കുകയാണെങ്കിൽ തലവേദന, മൈഗ്രെയിൻ പോലെയുള്ള തലവേദന, തല പൊള്ളിച്ചിൽ, അതേപോലെ ചെന്നിക്കുത്ത്, ഇങ്ങനെയുള്ള തലയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കൊക്കെ ഷിഫയാകാൻ കാരണമാകുമെന്നുള്ളതാണ്. അപ്പോൾ ആയത്തേതാണ് അലം തറ ഇലാ റബ്ബിക കൈഫ മദ്ദൽ വലൗ ശാഅ ലജഅലഹു സാകിന എന്ന് പറയുന്ന ആയത്ത്. അത് വളരെ ആത്മാർത്ഥമായിട്ട് അതിൻ്റെ താഴെ എഴുതുക. എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യാം, പ്രത്യേകം ചുമന്നുകൊണ്ട് നടന്നാൽ അത്തരം വേദനകളെ തൊട്ട്, തലയുമായി ബന്ധപ്പെട്ട രോഗങ്ങളെ തൊട്ടൊക്കെ വലിയ ഹിഫ്ള് ലഭിക്കാൻ കാരണമാകുമെന്ന് സ്വാലിഹ്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ അപകടങ്ങളെ തൊട്ടും എല്ലാ ബുദ്ധിമുട്ടുകളെ തൊട്ടും അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ. ഖൈറും ബറക്കത്തുണ്ടാവാൻ വേണ്ടിയിട്ട് സ്വാദ് എന്ന് പറയുന്ന, നസ്യ ഹക്കീം എന്ന് പറയുന്നതിലാണ് സ്വാദ് എന്ന് പറയുന്ന അക്ഷരം ഒരു മോതിരത്തിൽ അത് കൊത്തി വിരലിൽ അണിഞ്ഞാൽ എല്ലാവിധ ഖൈറും ബറക്കത്തും ഉണ്ടാകും. ആഫത്ത് മുസീബത്തുകളെ തൊട്ട് കാവലുണ്ടാകും. ഇഴജീവികളുടെ ഉപദ്രവങ്ങൾ ഭയക്കേണ്ടി വരില്ല. പാമ്പ്, തേള് മുതലായ എങ്ങനെ ഇഴജന്തുക്കളുടെ ഷർറുകളെ തൊട്ടൊക്കെ ഹിഫ്ള് ലഭിക്കാൻ കാരണമാകും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തു വെക്കുക. ഈ മോതിരം ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മോതിരം വലത് കൈയിൻ്റെ ചെറുവിരലിലാണ് മോതിരം ധരിക്കേണ്ടത്. നമ്മൾ മോതിരം ധരിക്കൽ ചെറുവിരലിലാണ് മോതിരം ധരിക്കേണ്ടത് പുരുഷന്മാർക്ക്. അതാണ് സുന്നത്ത്. ചെറുവിരലിൽ പലപ്പോഴും പലരും വിരലുകൾ മാറ്റിയിട്ട് ധരിക്കാറുണ്ട്. വലത് കൈയിൻ്റെയോ ഇടത് കൈയിൻ്റെയോ ചെറുവിരലിൽ വരിക്കുക. വലത് കൈയിൻ്റെ ധരിക്കലാണ്, ചെറുവിരലിൽ ധരിക്കലാണ് ഏറ്റവും നല്ലത്. മറ്റുള്ള വിരലുകളിലേക്കൊക്കെ പുരുഷന്മാർക്ക് ധരിക്കുന്നതിനേക്കാളും കൂടുതൽ സുന്നത്തായ രൂപം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വന്നത് അത് വലത് കൈയിൻ്റെ ചെറുവിരലിൽ ധരിക്കലാണ്. പിന്നെ അതേപോലെ തന്നെ അതിന് പ്രത്യേക ജെംസുകളുണ്ട്. ജെമ്മോളജി പഠിച്ചവർക്കൊക്കെ അറിയാം, ഒരുപാട് തരം ജെം സ്റ്റോൺസ് ഉണ്ട്. ഇവിടെ നേരിട്ട് വരുമ്പോൾ പല ആളുകൾക്കും നമ്മൾ അവരുമായി ബന്ധപ്പെട്ട ജെംസുകൾ ഏതാണെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അവരൊരു ബിസിനസ് മാൻ ആണെങ്കിൽ
കച്ചവടം ചെയ്യുന്നയാളാണെങ്കിൽ, വ്യാപാരിയാണെങ്കിൽ അവർക്ക് പറ്റുന്ന ചില സ്റ്റോണുകളുണ്ട്, ചില കല്ലുകളുണ്ട്, മോതിരക്കല്ലുകളുണ്ട്. അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും വാഹനങ്ങളിൽ യാത്ര ചെയ്ത് ഡ്യൂട്ടി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷ ലഭിക്കാൻ കാരണമാകുന്നതുണ്ട്. ഓരോരുത്തരുടെ സ്കിന്നുമായി ബന്ധപ്പെട്ട ചില സ്റ്റോണുകളുണ്ട്. ചില ഒരു മെഡിറ്റേഷൻ, ഒരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അത്തരം ബെനിഫിറ്റ് ലഭിക്കുന്ന ചില സ്റ്റോണുകളുണ്ട്. സ്റ്റോണുകളിൽ ഒരുപാടുണ്ട്. കൃത്യമായി ഓരോരുത്തരുടെ ശരീരത്തിനും ആപ്റ്റായിട്ടുള്ള ചില സ്റ്റോൺസുകളൊക്കെ ഉണ്ട്. അത് പലർക്കും നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ നല്ല സ്റ്റോണുകൾ നോക്കിയിട്ട് തിരഞ്ഞെടുത്ത് അത് ഒറിജിനലായ ജെനുവിനായിട്ടുള്ള ആളുകളിൽ നിന്ന് വാങ്ങിച്ച് സുന്നത്തായ രൂപത്തിൽ മോതിരം ധരിച്ച് നടന്നാൽ ഒരുപാട് ബെനിഫിറ്റ് അതിൻ്റെ കാരണം കൊണ്ട് കിട്ടും. സ്റ്റോൺസിന്, ജെംസിനൊക്കെ നല്ല എഫക്റ്റ് ഉണ്ടാകും എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ ആ നെഗറ്റിവിറ്റിയൊക്കെ ഈ ഒരു സ്റ്റോണ്, ജെംസ് ധരിക്കുന്നതോടുകൂടെ അത് പോകാൻ കാരണമാകും. എല്ലാത്തിനും ഉപരി ഇത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സുന്നത്ത് കൂടെയാണെന്ന് നമുക്കൊക്കെ അറിയാലോ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നസ്യ ഹക്കീമീൻ ഖാത്തിഇ അസ്ബലത്ത് എന്ന് പറയുന്നിടത്ത് ഇനി മറ്റൊരക്ഷരാണ് ഐൻ എന്നുള്ളത്. നസ്യ ഹക്കീമിൻ ഖാത്തി എന്ന് പറയുന്നിടത്ത് ഐൻ വരുന്നുണ്ട്. ഈ ഐൻ എന്ന അക്ഷരം 60 തവണ 70 തവണ ഒരു പേപ്പറിൽ എഴുതുക. 70 തവണ. ഓരോ 10 തവണ എഴുതുമ്പോഴും ഈ അക്ഷരം കൊണ്ട്, ഐന് കൊണ്ട് തുടങ്ങുന്ന ചില ഇസ്മുകളുണ്ട്. ആ ഇസ്മുകളിൽ നിന്നുള്ള ഓരോ ഇസ്മുകളും എഴുതും വേണം. നേരത്തെ നമ്മൾ റാ കൊണ്ട് തുടങ്ങുന്ന 200 തവണ എഴുതുമ്പോൾ റാ കൊണ്ട് തുടങ്ങുന്ന ഇസ്മുകൾ നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെ ഐന് നമ്മൾ 70 തവണയാണ് എഴുതേണ്ടത്. ഐന് 70 തവണ എഴുതുമ്പോൾ 70 തവണ ഐന് എഴുതുമ്പോൾ ഈ ഐന് കൊണ്ട് തുടങ്ങുന്ന ചില ഇസ്മുകളുണ്ട്. അതാണ് അസീസ്, അലിയ്, അലീം, അദില്, അഫുവ്, അലീം, അല്ലാമുൽ ഗുയൂബ്. 7 ഈ 7 കൂടെ അതിന് താഴെ പ്രത്യേകമായിട്ട് ചേർത്തി എഴുതിയിട്ട് അത് നമ്മുടെ ശരീരത്തിൽ ചുമന്ന് നടക്കുകയാണെങ്കിൽ സ്നേഹവും അംഗീകാരവും സ്ഥാനമാനവും ജനസ്വാധീനങ്ങളൊക്കെ ലഭിക്കാൻ കാരണമാകും. എല്ലാ ജീവജാലങ്ങളും അവരെ മാനിക്കാനും സ്നേഹിക്കാനും അവരോട് നല്ല അനുകമ്പയോടുകൂടെ പെരുമാറാനും കാരണമാകും എന്നുള്ളതാണ്. അപ്പോൾ ചെയ്തു വെക്കുക. ഓരോ വിഷയങ്ങളും ചെയ്തെടുത്ത് വെക്കുക. ഓരോ സന്ദർഭങ്ങളിലും അത് ഉപയോഗിക്കുക. നല്ല ഫലം ഉണ്ടാകും. അപ്പോൾ റാഇൻ്റെതൊരു പ്രത്യേക ആവശ്യത്തിന് നമ്മൾ പറഞ്ഞു, സീനിൻ്റെ നമ്മൾ പറഞ്ഞു, സ്വാദിൻ്റെ നമ്മൾ പറഞ്ഞു അല്ലേ. ഇനിയിപ്പോൾ നമ്മൾ ഐനിൻ്റെയും പറഞ്ഞു. ഓരോ വിഷയങ്ങൾക്കും അത് കാവലാണ്. അപ്പോൾ അത് പ്രത്യേകം എഴുതിയിട്ട് എവിടെയെങ്കിലും വെച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ പ്രതിസന്ധികളെയും ഇതുകൊണ്ടൊക്കെ തരണം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ. നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ പറയുമ്പോൾ കൃത്യമായിട്ടത് ഫോളോ ചെയ്ത് അത് ജീവിതത്തിലേക്ക് പകർത്തുന്ന എത്രയോ ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ അവർ ആത്മാർത്ഥമായി ചെയ്യുന്ന അത്തരം അമലുകളിലൊക്കെ അള്ളാഹു വലിയ ഫലം നൽകട്ടെ. ഇത് ഒരു പാത്രത്തിൽ പ്രത്യേകമായിട്ട് കുറച്ച് തേൻ പുരട്ടിയ ശേഷം ഐൻ എന്ന അക്ഷരം 70 തവണയും അതോടൊപ്പം തന്നെ ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശഹാദത്തി ഹുവർ റഹ്മാനുർ റഹീം. ഇതേത് സൂറത്തിലാണ്? നമുക്കൊക്കെ അറിയാം, നമ്മൾ സ്ഥിരമായിട്ട് ഓതുന്നതാണ്. അപ്പോൾ ഈ ഒരു ഈ ആയത്തും കൂടെ എഴുതുക. എന്നിട്ടത് മായ്ച്ച് കുടിച്ചു കഴിഞ്ഞാൽ മാനസികമായിട്ടുള്ള പ്രയാസം മാറിക്കിട്ടും. മെൻ്റൽ പ്രോബ്ലങ്ങളൊക്കെ സോൾവ് ആവാൻ അത് കാരണമാകും. അതേപോലെ തന്നെ നല്ല ബുദ്ധിശക്തി വർദ്ധിക്കാനും കാരണമാകും എന്നുള്ളതാണ്. പ്രധാനമായിട്ട് മാനസിക പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടാൻ അത് കാരണമാകും. ഒരുപാട് ആളുകൾ മാനസിക പ്രയാസവുമായി ബന്ധപ്പെട്ട് വരാറുണ്ട്. അത്തരം ആളുകൾക്കൊക്കെ ഇത് പ്രയോഗിക്കാവുന്നതാണ്. ഒരു പാത്രത്തിൽ തേൻ പുരട്ടിയ ശേഷം, അപ്പോൾ തേന് കുറച്ചതിനാവശ്യം ഉണ്ടാവുള്ളൂ. ഈ തേനുമായി ബന്ധപ്പെടുത്തി ചില വിഷയങ്ങൾ സൂചിപ്പിക്കാൻ, തേന് വളരെയധികം ഔഷധ വീര്യമുള്ള ഒരു വസ്തുവാണ് തേന്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ് തേനിനെക്കുറിച്ച്. തേന് വളരെയധികം ഔഷധമുള്ളതാണ്. തേനിൻ്റെ ഔഷധ വീര്യത്തെ ഒരാളും നിഷേധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് വരെ ഒരാളും നിഷേധിച്ചിട്ടില്ല. തേന് പ്രയോഗിക്കേണ്ടതുപോലെ പ്രയോഗിച്ചാൽ അതിന് നല്ല റിസൾട്ട് ലഭിക്കും, നല്ല ഫലം ലഭിക്കും. പക്ഷെ അവിടെയൊക്കെ നമ്മൾ നേരിടുന്നൊരു വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ തേന് പലപ്പോഴും ശുദ്ധമായ തേന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ അടുക്കലിൽ നിന്ന് നിങ്ങൾക്ക് ബൾക്കായിട്ട് കൂടുതൽ ക്വാണ്ടിറ്റിയിലും കുറഞ്ഞ ക്വാണ്ടിറ്റിയിലും ശുദ്ധമായ തേന് കിട്ടും. ഞാൻ നേരിട്ട് അത് കർഷകരിൽ നിന്ന് എടുക്കുന്നതാണ് തേന്. അതുകൊണ്ട് തന്നെ തേന് ആവശ്യമുള്ളത്,
അത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഔഷധവും കൂടെയാണല്ലോ തേൻ. തേൻ ആവശ്യമുള്ള ആളുകൾ, നമ്മളിപ്പോൾ ഒരുപാട് ആത്മീയമായ പരിഹാരങ്ങൾക്ക് തേൻ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ വരുന്നവർക്ക് ചെറിയ ബോട്ടിലിൽ അത് കുറഞ്ഞതേ കൊടുക്കുന്നുള്ളൂ. അതൊരുപാട് ആളുകൾ ചോദിക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ചേ കൊടുക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് അല്ലാതെ ഉള്ള ആളുകളുണ്ട്. എന്താ, പലരും നമ്മളോട് ഫോൺ വിളിച്ചും മറ്റൊക്കെ തേനിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ ശുദ്ധമായ തേൻ നിങ്ങൾക്ക് വിശ്വാസത്തോടു കൂടെ വാങ്ങിക്കണമെങ്കിൽ അത് ഏത് ഇനം തേനായിക്കോട്ടെ, കാട്ടുതേനായിക്കോട്ടെ, അത് നാടൻ തേനായിക്കോട്ടെ, അത് ചെറുതേനായിക്കോട്ടെ, എല്ലാ ഇനം തേനുകളും ശുദ്ധമായത് വിശ്വാസത്തോടു കൂടെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ഞാൻ നേരിട്ട് നൽകുന്നതാണ്. എന്താ, കൃത്യമായിട്ട് കർഷകരിൽ നിന്ന് നേരിട്ട് അവിടെ പോയി കണ്ടു മനസ്സിലാക്കി അവരത് എടുക്കുന്നതും അവർ ബോട്ടിലേക്ക് മാറ്റുന്നതും എല്ലാം എൻ്റെ ഈ 2 കണ്ണുകളെ കൊണ്ട് നേരിട്ട് കണ്ട് ഒരു മായവും അതിൽ ചേർക്കുന്നില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ട് അതങ്ങനെ തന്നെ വിശ്വാസത്തോടു കൂടെ ഞാൻ പേഴ്സണലി ഉപയോഗിക്കുകയും മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുന്നതാണ്. ആവശ്യമുള്ള ആളുകൾക്ക് തേൻ ആവശ്യമുള്ളവർ അത് ചുരുങ്ങിയത് ഇങ്ങനെ കൊറിയറൊക്കെ ആയിട്ട് അയക്കണമെങ്കിൽ ഒരു 1 kg എങ്കിലും വാങ്ങിക്കണം. ആവശ്യമുള്ള ആളുകൾ കോൺടാക്റ്റ് ചെയ്യണം എന്നറിയിക്കണം. ശുദ്ധമായ തേൻ പലപ്പോഴും പലർക്കും ലഭിക്കുന്നില്ല. വഴിയോരങ്ങളിൽ നിന്നും മറ്റുമൊക്കെ വാങ്ങിക്കുന്ന തേനുകളിൽ പലപ്പോഴും അത് എന്താ, അതിൽ മായം ചേർക്കുന്നുണ്ട്, പഞ്ചസാര ലായനി ചേർക്കുന്നുണ്ട്, ശർക്കര ലായനി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് ആരോ എന്നോട് സംസാരിച്ച് പറഞ്ഞ് അതിലവർ ഫെവിക്കോൾ അങ്ങനെ എന്തൊക്കെയോ ചേർത്തിട്ടാണ് വരുന്നത്, ഞങ്ങളൊരിക്കൽ ചെക്ക് ചെയ്ത് നോക്കിയെന്ന്. അപ്പോൾ അങ്ങനെയുള്ള തേനുകളൊക്കെയാണ് പലപ്പോഴും വരുന്നത്. അതൊക്കെ ചീപ്പ് റേറ്റിന് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ശുദ്ധമായ തേനാണ് ഇത്തരം വിഷയങ്ങൾക്കൊക്കെ ഉപയോഗിക്കേണ്ടത്. അത് ഔഷധ വീര്യമുള്ളതാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് നേരിട്ട് വരുമ്പോൾ ഒരു 100 മില്ലിൻ്റെ ചെറിയ ബോട്ടിലൊക്കെ ഇവിടുന്ന് മുതഅല്ലിമീങ്ങൾ ോട് ചോദിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടിയേക്കാം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളിലും നമുക്ക് അല്ലാഹു നല്ല ഫലം നൽകട്ടെ. ഇപ്പോൾ നമ്മളിതിൽ പറഞ്ഞു, കുറേ അക്ഷരങ്ങളുടേത് പറഞ്ഞു. ഇനി ഖാഫാണ്. ഖാത്തി അസ്ർ എന്നുള്ളിടത്തൊരു ഖാഫ് കണ്ടില്ലേ? ആ ഖാഫുമായി ബന്ധപ്പെട്ട് ഖാഫ് എന്നുള്ള അക്ഷരം 100 തവണ എഴുതുക. ഓരോ 10 തവണ എഴുതുമ്പോഴും ഖാഫ് കൊണ്ട് ആരംഭിക്കുന്ന ഇസ്മുകളുണ്ട്. ആ ഇസ്മുകൾ എഴുതണം. ഏതാണ് ഖാഫ് കൊണ്ട് ആരംഭിക്കുന്ന ഇസ്മുകൾ? ഖയ്യൂമ്, ഖായിമ്, ഖഹാർ, ഖാഹിർ, ഖവിയ്, ഖദീം, ഖുദ്ദൂസ്, ഖരീബ്. ഇങ്ങനെ ഇതുകൊണ്ട് ആരംഭിക്കുന്ന ഇസ്മുകൾ ഖയ്യൂമ്, ഖായിമ്, ഖഹാർ, ഖാഹിർ, ഖവിയ്, ഖദീം, ഖുദ്ദൂസ്, ഖരീബ്. ഇങ്ങനെയുള്ള ഈ അക്ഷരങ്ങൾ അതും അതിലേക്ക് ചേർത്തി എഴുതിയിട്ട് അത് ദേഹത്തിൽ കെട്ടി നടക്കുകയാണെങ്കിൽ ശത്രുക്കൾ അവർ ഒരു നിലക്കും നമ്മെ വിമർശിക്കാൻ അവരുടെ നാവ് അവർക്ക് പൊക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ആ നാക്കിനൊരു കെട്ട് വീഴും എന്നുള്ളതാണ്. അതേപോലെ തന്നെ അത് നമുക്ക് വളരെയധികം ആവശ്യമാണ്. പലപ്പോഴും നമ്മുടെ ബിസിനസ് മുടക്കുന്നത് ഇത്തരം ശത്രുക്കളാണ്. അവർ അതിന് പ്രയോഗിക്കുന്നവരുടെ നാക്കുകളാണ്. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. പലപ്പോഴും നമ്മുടെ ഓരോ സംഭവങ്ങളും വിമർശിച്ച് അതില്ലാതാക്കുന്നത് ഇത്തരം അഅദാഇകളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ നാക്കിൽ കെട്ട് വീഴുക എന്നുള്ളത് ചില സന്ദർഭങ്ങളിൽ ആവശ്യമാണ്. അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമ്മളെക്കുറിച്ച് അവർക്ക് നല്ലത് പറയാനല്ലാതെ അവരുടെ നാക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് നമ്മെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ അത് ഡബിൾ പോസിറ്റീവായിട്ട് സംഭവിക്കുകയാണ്. ശത്രുവാണ് നല്ലത് പറഞ്ഞതെന്നല്ലേ. അപ്പോൾ അത് കൂടുതൽ ഫലം ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് അമലുകളുണ്ട്. ഈ ഒരൊറ്റ പദത്തിനെക്കുറിച്ച്. ഒറ്റ പദം ഏതാ? നസ്യ ഹക്കീമിൻ ഖാത്തി അസ്ർ എന്ന് പറയുന്ന ഒറ്റ പദം. ഈ ഒറ്റ പദം കൊണ്ട് മാത്രം നല്ല ഒരുപാട് അമലുകളുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ആളുകൾ ഇൻഷാ അല്ലാഹ് കൃത്യമായിട്ട് പ്രയോഗിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ 2 വിഷയങ്ങൾ, ഒന്ന് മോതിരത്തിൻ്റെ വിഷയവും മറ്റൊന്ന് തേനിൻ്റെ വിഷയം. ഈ മോതിരവും തേനും ഈ 2 വിഷയത്തിലും നിങ്ങൾക്ക് വളരെ ആത്മാർത്ഥമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ശരീരത്തിന് ആപ്റ്റായിട്ടുള്ള ജെംസ് ഏതാണ്, മോതിരം ഏതാണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് സർട്ടിഫൈ ചെയ്ത ലാബ് ടെസ്റ്റഡ് ആയിട്ടുള്ള മോതിരക്കല്ലുകൾ, ജെംസുകൾ, അത് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത്, അക്കീക്കാണോ അതല്ല ഫൈറൂസ് ആണോ, ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത്. ഒരുപാട് ജെംസുകളുണ്ട്. എമറാൾഡ്, റൂബി, ഇങ്ങനെ ഒരുപാടുണ്ട്. ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് കൃത്യമായിട്ട് നല്ല രൂപത്തിൽ നൽകും. നമ്മളിവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്.
എല്ലാം OG മാത്രം, ഒറിജിനൽ മാത്രം. അത് ലാബ് ടെസ്റ്റഡ് ആണ്. അത് സർട്ടിഫൈഡ് ചെയ്ത് സർട്ടിഫിക്കറ്റ് വിത്ത് സർട്ടിഫിക്കറ്റ് നമ്മൾ നൽകുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതിനോട് കൂടെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അത് ലാബ് ടെസ്റ്റ് ചെയ്ത് എത്ര ക്യാരറ്റ് ഉണ്ട് ആ ജെം സ്റ്റോൺ, എത്ര ക്യാരറ്റ് ഉണ്ട്, അതിൻ്റെ റേറ്റ് എത്രയാണ്, കൃത്യമായിട്ട് ലാബ് ടെസ്റ്റഡ് ആയിട്ടുള്ള ഒറിജിനൽ മാത്രം നൽകുന്നതാണ്. ഇൻഷാ അല്ലാഹ് ആവശ്യക്കാർക്കൊക്കെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. രണ്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സലാമത്ത് നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.